എല്ലാ വർഷവും സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ ഒരു യോഗം, ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നേതൃസമ്മേളനം ഹിന്ദു ഐക്യവേദി കുറെ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. ഈ വർഷം അത് ഈ വരുന്ന ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച ഇവിടെ നടക്കുന്ന വിവരം ബാബു പറഞ്ഞു. നമ്മുടെ BMSന്റെ അന്താരാഷ്ട്ര തൊഴിലാളി പഠന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഹൈന്ദവ സംഘടനകളെ ഏകദേശം 150-ലേറെ ഹിന്ദു സംഘടനകൾ, അവരുടെ നേതാക്കന്മാർ, 300-ഓളം നേതാക്കന്മാർ, അവരെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സംരംഭം വർഷങ്ങളായിട്ട് നടത്തി വരുന്നത് ഹിന്ദു ഐക്യവേദിയാണ്. കേരളത്തിലെ എല്ലാ ഹിന്ദു സംഘടനകളെയും കോർത്തിണക്കി അവരെല്ലാവരെയും ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവരുന്ന പ്രവർത്തനം, അത് കുറെ കാലങ്ങളായിട്ട് ഹിന്ദു ഐക്യവേദി നടത്തി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന സമ്മേളനം. ഈ സമ്മേളനം വളരെ നിർണായകമായ ഒരു സമയത്താണ് ചേരുന്നത്. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചുള്ള നിരവധി വിഷയങ്ങൾ, നീറുന്ന നിരവധി വിഷയങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരസ്പരം പങ്കുവയ്ക്കാനും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗം എന്ന നിലയ്ക്കാണ്, അതിനെക്കുറിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് ഈ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മഹാമണ്ഡലേശ്വര അനന്തവനം സ്വാമികളാണ് നടത്തുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സ്ക്രിപ്റ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഹിന്ദു സമൂഹം ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ നിലവിലുള്ള ഈ സർക്കാരിന്റെ കീഴിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്, ഒരു രണ്ടാം തരം പൗരന്മാർ എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നത്. സാമൂഹ്യമായിട്ടുള്ള അനീതി, സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹ്യ അനീതിക്ക് കേരളത്തിലെ ഹിന്ദുക്കൾ ഇരയാകുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം കേരളത്തിൽ കാലാകാലങ്ങളായി അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ അവര് സംഘടിത മതവർഗീയ ശക്തികളുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലുമാണ് പലപ്പോഴും അവര് ഭരിക്കുന്നത്. സംഘടിത വോട്ട് ബാങ്കിന്റെ ബലത്തിൽ കേരളം ഭരിക്കുന്ന സർക്കാരുകളെയൊക്കെ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ കഴിയുന്നു അവർക്ക് എന്നുള്ളതുകൊണ്ട് അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയും കവർന്നെടുക്കുന്ന ഒരു സമീപനം, പിടിച്ചു വാങ്ങുന്ന സമീപനം, അവര് സംഘടിതരാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് വഴിപ്പെടുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ ഇതപര്യന്തം കേരളം ഭരിച്ച സർക്കാരുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന അവകാശ നിഷേധങ്ങളുടെ നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പട്ടികജാതി ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുക, അവരുടെ ഫണ്ട് ലാപ്സായി പോവുക. ഇപ്പൊ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകാത്ത സ്ഥിതിയാണ്. കാരണം അവരുടെ ഗ്രാന്റ് അവർക്ക് സമയാസമയങ്ങളിൽ വിതരണം ചെയ്യുന്നില്ല, അവർക്ക് കൊടുക്കുന്ന ലെംസം ഗ്രാന്റ് വിതരണം ചെയ്യുന്നില്ല, അവരുടെ സ്കോളർഷിപ്പുകൾ തടഞ്ഞു വയ്ക്കുന്നു, പട്ടികജാതി വികസന ഫണ്ടുകൾ ലാപ്സായി പോകുന്നു, സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതം പട്ടികജാതി വികസന പട്ടികവർഗ വികസന ഫണ്ട് കുറയ്ക്കുന്നു. ഇതെല്ലാം കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട്, പിന്നോക്ക വിഭാഗങ്ങളോട്, അത് മുന്നോക്കമെന്നോ പിന്നോക്കമെന്നോ മുന്നോക്ക സമുദായത്തിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. നോക്കൂ, കേരളത്തിൽ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു വർഷങ്ങൾക്ക് മുൻപ്, പാലോളി മുഹമ്മദ് കമ്മിറ്റി. ഈ കഴിഞ്ഞ സർക്കാർ വീണ്ടും ക്രൈസ്തവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചു. ഭാഗികമായി ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു.
അതിന്റെ പരിഹാര ക്രിയകൾ സർക്കാർ ചെയ്തു വരുന്നു. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അവരെന്താണ്? കേരളത്തിൽ അവർ തൊട്ടുകൂടാത്തവരാണോ? അവർ തീണ്ടിക്കൂടാത്തവരാണോ? അവരുടെ വിഷയങ്ങളെ എന്തുകൊണ്ടാണ് ഈ ഒരു സർക്കാരും അഡ്രസ് ചെയ്യാത്തത്? ഭൂരിപക്ഷ സമൂഹം ഈ കേരളത്തിലെ ക്രൈസ്തവ ഇസ്ലാമിക സമൂഹത്തിനും മേലെ എല്ലാ രംഗത്തും നിൽക്കുന്ന സമൂഹമാണോ? അങ്ങനെയല്ല. ഇന്ന് സാമൂഹ്യമായി എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം, ഹൈന്ദവ സമൂഹം. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലാണ് അവർ. വ്യാപാര വ്യവസായ മേഖലയിൽ അവർ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ട്, അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ട ഒരു സമൂഹം. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന്റെ പരിഹാരം കണ്ടെത്താനും സർക്കാരിന് സാമൂഹ്യ അനീതിക്കെതിരെ പൊതുസമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഹൈന്ദവ സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ സമ്മേളനം ചർച്ച ചെയ്യും. ജനസംഖ്യാഭാഗത്ത് നിന്നുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവ് അത്യന്തം അപകടാവസ്ഥയിലെത്താണ് കേരളത്തെ കൊണ്ടുപോകുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ എക്കണോമിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കേരള സർക്കാരിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ഹിന്ദു ജനന നിരക്ക് നെഗറ്റീവാണ്. നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് കേരളത്തിലെ ഹിന്ദു സമുദായത്തിന്. അപ്പൊ ജനസംഖ്യയിൽ വരുന്ന കുറവ്, ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഇടയിലാണ് ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നത്. സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട്, സാമൂഹ്യമായ സുരക്ഷിതത്വം ലഭിക്കാത്തത് കൊണ്ട് ഒക്കെ ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നു. ഇങ്ങനെ ആഭ്യന്തരവും ബാഹ്യവുമായ നിരവധി പ്രശ്നങ്ങൾ സംഘടിതമായിട്ട് ഹൈന്ദവ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും സാംസ്കാരിക മാനബിന്ദുക്കൾക്കും നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ്. ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ ധ്വംസിക്കപ്പെടുന്നു, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇതെല്ലാം ഈ സമ്മേളനം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ പ്രസക്തി കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വലുതാണ്. അത് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന കാലത്ത് ഈ സമൂഹം ഒരുമിച്ച് നിന്ന് ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും ആത്മധൈര്യത്തോടെ മുന്നേറാനും കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ചർച്ചകൾ, അതിനനുസൃതമായ തീരുമാനങ്ങൾ ഈ സമ്മേളനം കൈക്കൊള്ളും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ 150ഓളം ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ, 300ഓളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിലെത്തും. ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേരളത്തിന്റെ സാഹചര്യം, കേരളത്തിന്റെ പെർസെപ്ഷനിലാണ് ഇത് മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി കേരളത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച പരിപാടി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.